ലോകേഷ് സിനിമാറ്റിക് യൂണിവേഴ്സിലെ ഏറ്റവും വലിയ ആകർഷണങ്ങളിലൊന്നായ റോളക്സ് എന്ന കഥാപാത്രത്തെക്കുറിച്ചും ആ കഥാപാത്രത്തെ ആസ്പദമാക്കി ഒരുങ്ങുന്ന സ്റ്റാൻഡ് അലോൺ സിനിമയെക്കുറിച്ചും നടൻ സൂര്യ നൽകിയ പുതിയ അഭിമുഖത്തിലെ വെളിപ്പെടുത്തലുകൾ സിനിമാ പ്രേമികൾക്കിടയിൽ വലിയ ചർച്ചയായിരിക്കുകയാണ്. കമൽഹാസൻ നായകനായ വിക്രം എന്ന ബ്രഹ്മാണ്ഡ ചിത്രത്തിന്റെ അവസാന നിമിഷങ്ങളിൽ മാത്രം പ്രത്യക്ഷപ്പെട്ട തിയേറ്ററുകളെ ഇളക്കിമറിച്ച വില്ലൻ കഥാപാത്രമായിരുന്നു റോളക്സ്. മിനിറ്റുകൾ മാത്രം നീണ്ടുനിന്ന ആ പ്രകടനം സൂര്യയുടെ കരിയറിലെ തന്നെ ഏറ്റവും ശ്രദ്ധേയവും വ്യത്യസ്തവുമായ ഒന്നായി മാറുകയായിരുന്നു. വിക്രം തിയേറ്ററുകളിൽ സൃഷ്ടിച്ച വൻ വിജയത്തിനു ശേഷം റോളക്സ് എന്ന കഥാപാത്രത്തെ മാത്രം കേന്ദ്രീകരിച്ച് ഒരു പ്രത്യേക സിനിമ നിർമ്മിക്കുമെന്ന് സംവിധായകൻ ലോകേഷ് കനകരാജ് പ്രഖ്യാപിച്ചിരുന്നു. തമിഴ് സിനിമയിലെ തന്നെ ഏറ്റവും പ്രതീക്ഷയുള്ള പ്രോജക്റ്റുകളിൽ ഒന്നായി ഈ ചിത്രം മാറിയെങ്കിലും പ്രഖ്യാപനത്തിനു ശേഷം ചിത്രത്തെക്കുറിച്ചുള്ള ഔദ്യോഗിക അപ്ഡേറ്റുകളൊന്നും പുറത്തു വന്നിരുന്നില്ല. ഇത് ആരാധകർക്കിടയിൽ ചിത്രം ഉപേക്ഷിച്ചോ അതോ നീളുകയാണോ എന്ന തരത്തിലുള്ള സംശയങ്ങൾക്കും ആശങ്കകൾക്കും വഴിവെച്ചിരുന്നു. എന്നാൽ ഇപ്പോൾ ദ ഹോളിവുഡ് റിപ്പോർട്ടർ ഇന്ത്യക്ക് നൽകിയ പ്രത്യേക അഭിമുഖത്തിൽ സൂര്യ തന്നെ ഈ വിഷയത്തിന്റെ വ്യക്തത വരുത്തിയിരിക്കുകയാണ്. റോളക്സ് സിനിമയുടെ ചിത്രീകരണം എന്ന് ആരംഭിക്കുമെന്ന കാര്യത്തിൽ തനിക്ക് നിലവിൽ വ്യക്തമായ ധാരണയില്ലെന്ന് സൂര്യ തുറന്നു പറഞ്ഞിരിക്കുന്നു. സംവിധായകൻ ലോകേഷ് കനകരാജ് ഇപ്പോൾ തന്റെ അടുത്ത പ്രോജക്റ്റുകളുമായി തിരക്കുകളിലാണെന്നും അല്ലു അർജുൻ ചിത്രത്തിനും വരാനിരിക്കുന്ന വിക്രം 2-വിനും ശേഷമായിരിക്കും ഒരുപക്ഷെ റോളക്സിന്റെ കാര്യത്തിൽ അന്തിമ തീരുമാനമുണ്ടാകുക എന്നും സൂര്യ സൂചിപ്പിച്ചു. എങ്കിലും റോളക്സ് സിനിമയുടെ എഴുത്തുമായി ബന്ധപ്പെട്ട ജോലികൾ പുരോഗമിക്കുകയാണെന്ന് ലോകേഷ് അഭിമുഖങ്ങളിൽ പറയുന്നത് കേൾക്കാറുണ്ടെന്ന് സൂര്യ കൂട്ടിച്ചേർത്തു. ഈ സിനിമ എപ്പോൾ യാഥാർത്ഥ്യമാക്കുമെന്ന് കാലം തീരുമാനിക്കട്ടെ എന്ന് തികച്ചും സന്തുലിതമായ നിലപാടാണ് താരം പങ്കുവച്ചത്. ലോകേഷിന്റെ തിരക്കുകൾ അവസാനിച്ച ശേഷം മാത്രമേ റോളക്സിന്റെ പൂർണ്ണരൂപം തിയേറ്ററുകളിലേക്ക് എത്തുകയുള്ളൂവെന്ന സൂചനയാണ് സൂര്യയുടെ ഈ വാക്കുകൾ നൽകുന്നത്. തമിഴ് സിനിമാ ചരിത്രത്തിലെ തന്നെ ഏറ്റവും വലിയ വിജയം നേടിയ ചിത്രങ്ങളിലൊന്നാണ് ലോകേഷ് കനകരാജ് ഒരുക്കിയ വിക്രം. കമൽഹാസൻ കേന്ദ്ര കഥാപാത്രത്തെ അവതരിപ്പിച്ച ചിത്രത്തിൽ ഫഹദ് ഫാസിൽ, വിജയ് സേതുപതി എന്നിവരും പ്രധാന വേഷങ്ങളിലെത്തിയിരുന്നു. ലോകേഷ് സിനിമാറ്റിക് യൂണിവേഴ്സിന് ശക്തമായ തറക്കല്ലിട്ട വിക്രം ആഗോളതലത്തിൽ 400 കോടി രൂപയിലധികം ഗ്രോസ് കളക്ഷനാണ് നേടിയത്. കേരളത്തിലും വൻ തരംഗം സൃഷ്ടിച്ച ചിത്രം 50 കോടിയോളം രൂപ തിയേറ്ററുകളിൽ നിന്ന് കളക്ട് ചെയ്തിരുന്നു. ഈ വൻ വിജയത്തിന് ആക്കം കൂട്ടിയ പ്രധാന ഘടകം ക്ലൈമാക്സിലെ സൂര്യയുടെ റോളക്സ് അവതാരമായിരുന്നു.